നമസ്കാരം, ഞാൻ അനീഷ് മൈക്കിൾ M&S എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തമ്പാനൂരാണ്, സാബു ഹോട്ടൽസിലാണ്. അപ്പോൾ ഇതൊരു പുതിയൊരു ഹോട്ടൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ഹൈഡ്രോമാറ്റിക് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ ചെയ്യാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട്. ഈ ഒരു ഹോട്ടലിൽ 6 നിലകളിലായിട്ട് 33 വാഷ്റൂംസ് ഉണ്ട്. ഈ 33 വാഷ്റൂംസിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രീമിയം ടൈപ്പ് ആയിട്ടുള്ള ടാപ്പുകളും അതുപോലെ റെയിൻ ഷവേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ V-Guard ബ്രാൻഡിന്റെ ഹീറ്റ് പമ്പ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം തന്നെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രഷർ വേണം. ഈ പ്രഷർ കൊടുക്കാൻ വേണ്ടി പ്രഷർ ബൂസ്റ്റർ പമ്പും വേണം. അപ്പൊ നമ്മൾ സാധാരണ പ്രഷർ പമ്പ് എടുക്കുമ്പോൾ നോർമൽ ടൈപ്പിലായിട്ടുള്ള അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ടൈപ്പിലുള്ള പ്രഷർ പമ്പ്സ് വെച്ചാൽ ഈ ഒരു സൈറ്റ് ഒന്നും തന്നെ മാച്ച് ആകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൈറ്റിൽ എടുത്തേക്കുന്നത് V-Guard ബ്രാൻഡിന്റെ ഹൈഡ്രോന്യൂമാറ്റിക് സിസ്റ്റം വിത്ത് VFD കൺട്രോൾ യൂണിറ്റ് ആണ് എടുത്തേക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഹൈഡ്രോന്യൂമാറ്റിക് സിസ്റ്റം പമ്പ് എങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ. ഇതാണ് V-Guardന്റെ ഹൈഡ്രോന്യൂമാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ട്വിൻ ബൂസ്റ്റർ സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ 2 പമ്പ് ഇരിപ്പുണ്ട്. ഇത് 2 ഹൊറിസോണ്ടൽ ടൈപ്പ് ആയിട്ടുള്ള പമ്പുകളാണ്. എന്നാൽ ഇതില് 3, 4, 5 പമ്പ്, അങ്ങനെ എത്ര പമ്പ് വേണം നമുക്ക് ഇതിനകത്ത് സീരിയൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സിസ്റ്റം വന്നിട്ട് ഹൊറിസോണ്ടൽ ടൈപ്പ് ആയിട്ടുള്ള പമ്പാണ്. നമ്മൾ ഈ കാണുന്ന പോലത്തെ ഹൊറിസോണ്ടൽ പമ്പുകളാണ്. ഇതിന്റെ വെർട്ടിക്കൽ ടൈപ്പ് ആയിട്ടുള്ള ട്വിൻ ബൂസ്റ്റർ സിസ്റ്റം അല്ലെങ്കിൽ ഹൈഡ്രോന്യൂമാറ്റിക് സിസ്റ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ഹൈഡ്രോന്യൂമാറ്റിക് സിസ്റ്റത്തിൽ 3 പാർട്ടുകൾ മെയിൻ ആയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു പമ്പിന്റെ യൂണിറ്റ് ഒരു യൂണിറ്റ് ആണ്. നമ്മൾ ഈ കാണുന്ന പാനല് വേറൊരു യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ടാങ്ക് ഇത് 3ാമത്തെ സിസ്റ്റം ആണ്. അങ്ങനെ ഈ 3 യൂണിറ്റുകളും കൂടെ ചേർന്നാണ് ഒരു ഹൈഡ്രോന്യൂമാറ്റിക് യൂണിറ്റിന്റെ സിസ്റ്റം. ഇതിന്റെ നമുക്ക് ഓരോ സ്പെസിഫിക്കേഷൻസും അതുപോലെ ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ ഈ യൂണിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു നല്ലൊരു സൂപ്പർ സ്ട്രോങ് ബേസ് ഉണ്ട്. അത് പൗഡർ കോട്ടഡ് ആയിട്ടുള്ള ഒരു ബേസ് ആണ്. നല്ല വലിയ ബേസ് വന്നിട്ടുണ്ട്. ആ ബേസിലാണ് ഈ 2 പമ്പ് ഇരിക്കുന്നത്. ഇതിൽ കണക്ട് ചെയ്യുന്ന ഈ യൂണിറ്റ്സും അതുപോലെ ഇതിന്റെ റാഡുകളെല്ലാം തന്നെ ഫുൾ ആയിട്ട് SS 304 ഇത് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ദ്രവിച്ചു പോകാനുള്ള ചാൻസുകളൊന്നും തന്നെ ഇല്ല. അപ്പൊ ഇതിന്റെ കണക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി ഇവിടെ ഇൻപുട്ട് കൊടുക്കുക, ഈ മേളത്തുള്ള പോർഷനിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് കൊടുക്കുക. ഈ 2 കണക്ഷൻസ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഒരു കണക്ഷൻ നമുക്കിപ്പോൾ ടെസ്റ്റിംഗ് പർപ്പസിനാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. തൊട്ടടുത്ത് തന്നെ നമ്മൾ ഈ കാണുന്ന പോലെ ആ ഒരു ലൈനിൽ നിന്ന് നമ്മൾ ടാങ്കിന്റെ ലൈനും കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഫ്യൂച്ചറിൽ എന്തെങ്കിലും കംപ്ലൈൻസോ എന്തെങ്കിലും ക്ലാരിറ്റിയോ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാനും അതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആക്സസ് ചെയ്യാനും പറ്റുന്ന ഒരു സിസ്റ്റം ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു യൂണിറ്റ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത്രയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലംബിംഗ് കണക്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള 2 പാർട്ടുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നമുക്ക് ഇവിടെ ഒരു പ്രഷർ കൺട്രോൾ സ്വിച്ച് ഉണ്ട്. അപ്പൊ ഈ ഒരു പ്രഷർ കൺട്രോളാണ് നമ്മൾ എത്ര പ്രഷർ മാക്സിമം വേണം മിനിമം വേണം എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് പ്രഷർ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതായത് ഇതിനകത്ത് ഇപ്പൊ സപ്പോസ് നമുക്ക് ഒരു 5 ബാർ വരെ അല്ലെങ്കിൽ 4 ബാർ വരെ നമ്മൾ ഇതിനകത്ത് പ്രഷർ സെറ്റ് ചെയ്ത് വെച്ചാലും നമുക്ക് ഡിജിറ്റലി സെറ്റ് ചെയ്യാം. ഇതിന് താഴെയുള്ള പ്രഷർ നമുക്ക് എത്ര വേണോ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂവില് മേളിലോട്ട് ഒരിക്കലും ഇത് പ്രഷർ നമുക്ക് ഇതിന് വരത്തില്ല. ഇതൊരു പ്രഷർ ട്രാൻസ്ഡ്യൂസർ സ്വിച്ച് ആണ്. ഈ ഒരു പ്രഷർ ട്രാൻസ്ഡ്യൂസർ സ്വിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഡിജിറ്റലി സെറ്റിംഗ്സ് എല്ലാം ഈ ഒരു സ്വിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇതൊരു പ്രൊട്ടക്ഷൻ ഫാക്ടർ പോലെയാണ് വെച്ചേക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ പ്രഷറിന് മേളിലോട്ട് നമുക്ക് ഒരിക്കലും ഇതിൽ പോകത്തില്ല. അതിന്റെ താഴോട്ടല്ല നമ്മൾ ഈ ട്രാൻസ്ഡ്യൂസർ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ആ പാനലിനകത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ഇതിന്റെ പമ്പിനെ പറ്റി പരിചയപ്പെടാം. അപ്പൊ ഇവിടെ 2 പമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എത്ര പമ്പ്സ് വേണോ യൂസ് ചെയ്യാം. എന്നാൽ ഈ സൈറ്റിൽ നമ്മുടെ റിക്വയർമെന്റ് പ്രകാരം 2 പമ്പിന്റെ ഒരു വർക്കിംഗ് ആൻഡ് സ്റ്റാൻഡ് ബൈ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ നമുക്ക് വർക്ക് ചെയ്താൽ മതി. എന്നാൽ ഇത് വർക്കിംഗ് ആൻഡ് സ്റ്റാൻഡ് ബൈ എന്ന് നമുക്ക് മാത്രം പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് ഇപ്പോ ഒരു പമ്പിന്റെ പ്രഷറിൽ നമുക്ക് ഫുൾ ആയിട്ട് ഇവിടുത്തെ റിക്വയർമെന്റ് അല്ലെങ്കിൽ പ്രഷർ മീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ 2ാമത്തെ പമ്പും കൂടെ ഇതിനകത്ത് അസിസ്റ്റ് ചെയ്യും. അതായത് ഒരു കാസ്കേഡ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. 2 പമ്പും കൂടെ റിക്വയർമെന്റ് നമുക്ക് മീറ്റ് ചെയ്യും. അങ്ങനത്തെ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അവിടെ നമ്മൾ പമ്പ് നോക്കി കഴിഞ്ഞാൽ V-Guardന്റെ ഒരു 3 ഫേസിന്റെ 1.5 HP ഒരു മൾട്ടി സ്റ്റേജ് പമ്പാണ്. അപ്പൊ ഇതിന്റെ ഇമ്പല്ലേഴ്സും അതുപോലെ ഡിഫ്യൂസേഴ്സും എല്ലാം തന്നെ ഫുൾ ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ നെയിം പ്ലേറ്റ് നോക്കാം. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ HP വന്നിട്ട് 1.5 HP ആണ് ഈ ഒരു പമ്പിന്റെ സ്പെസിഫിക്കേഷൻ. അതുപോലെ ഇതിന്റെ RPM 2880 RPM നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ക്ലാസ് F ആണ് ഇതിന്റെ ഇൻസുലേഷൻ. അതുപോലെ ഇതിന്റെ പൈപ്പ് സൈസ് വന്നിട്ട് 1:1 ഇതിന്റെ പൈപ്പ് സൈസ്. അതുപോലെ ഇതിന്റെ ഹെഡ് വന്നിട്ട് നമുക്ക് 10 to 40 മീറ്റർ വരെയാണ് ഇതിന്റെ ഹെഡ് കാണിച്ചിരിക്കുന്നത്. അതായത് മാക്സിമം ഈ ഒരു പമ്പിന് 4 ബാർ വരെ പ്രഷർ കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്ചാർജ് വന്നിട്ട് 6500 LPH ഒരു മണിക്കൂറിൽ നമുക്ക് 6500 ലിറ്റർ വരെ നമുക്ക് ഇതിനകത്ത് ഡിസ്ചാർജ് ചെയ്യും. ഞാൻ ഈ പറഞ്ഞത് ഒരു പമ്പിന്റെ സ്പെസിഫിക്കേഷൻ ആണ്. അതായത് ഒരു പമ്പാണ് 1.5 HP. നമുക്ക് 2 പമ്പ് കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് 3 HP ഇതിന്റെ പവർ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40 മീറ്റർ ആണ് അല്ലെങ്കിൽ 4 ബാർ ആണ് ഇതിന്റെ പ്രഷർ എന്നുണ്ടെങ്കിൽ 2 പമ്പും കൂടെ ഫുൾ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 8 ബാർ വരെ പ്രഷർ ഇതിന് മാക്സിമം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു പമ്പിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് 6500 ലിറ്റർ ആണ്. 2 പമ്പും കൂടെ ചേർത്ത് വരുമ്പോൾ 13000 ലിറ്റർ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഡിസ്ചാർജ് നമുക്ക് കിട്ടും. എന്തായാലും സൈറ്റിൽ എന്താണോ റിക്വയർമെന്റ് അതിനനുസരിച്ചിട്ടുള്ള പ്രഷറും വോളിയും മാത്രമേ ഇത് കൊടുക്കത്തുള്ളൂ.
അതിനാണ് നമ്മുടെ പാനൽ ബോർഡ് വെച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത് പാനൽ ബോർഡിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകും. ഇതാണ് നമ്മുടെ ഹൈഡ്രോമാറ്റിക് സിസ്റ്റത്തിന്റെ കൺട്രോൾ പാനൽ. അപ്പൊ നമ്മൾ ഇവിടെ വി-ഗാർഡിന്റെ ബ്രാൻഡ് കാണാം. 3 ഇൻഡിക്കേഷൻ ലാംപ്സ് ഉണ്ട്. അതായത് RYBയുടെ 3 ഫേസിന്റെ ഇൻഡിക്കേഷൻ ലാമ്പ് ആണ്. നമ്മൾ ഇവിടെ ഒരു ഫുൾ ഡിജിറ്റൽ യൂണിറ്റ് കാണാം. അപ്പൊ ഇതിനകത്താണ് നമ്മൾ സെറ്റിംഗ്സും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു എമർജൻസി ബട്ടൺ ഉണ്ട്. അതായത് എന്തെങ്കിലും ആവശ്യം വന്നാൽ പെട്ടെന്ന് നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എമർജൻസി ബട്ടൺ ഓഫ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഫോൾട്ടോ എന്താ വന്നാൽ നമുക്ക്, അതായത് ഡ്രൈ റൺ വന്നോ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് വന്നു, ലോ വോൾട്ടേജ് വന്നു, എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ലൈറ്റും അതുപോലെ തന്നെ ബസറും അടിച്ചുകൊണ്ടിരിക്കും. ഇവിടെ 2 സ്വിച്ച് കാണാം. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മോട്ടോർ 1ൻ്റെതാണ്. ഇവിടെ ഒരു ഓഫ് ഉണ്ട്. ഇതുപോലെ നമുക്ക് മാനുവലി ഓൺ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് സപ്പോസ് ഒരു പമ്പ് മാത്രം മതി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് മാനുവൽ ആണെങ്കിൽ മാനുവൽ സ്വിച്ചിലോട്ട് കഴിഞ്ഞാൽ മാനുവലായിട്ട് വർക്ക് ചെയ്യും. ഇത് നമുക്ക് ഇവിടെ ഓഫ് ആണ്. ഇങ്ങോട്ട് ആയി കഴിഞ്ഞാൽ ഓട്ടോ കിട്ടും. ഓട്ടോ മീൻസ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും ഇതിൽ നമുക്ക് വർക്ക് ചെയ്യും. അതുപോലെ ഇത് മോട്ടോർ നമ്പർ 2ൻ്റെതാണ്. അതുപോലെ മാനുവലും ഉണ്ട്, നമുക്ക് ഓട്ടോ ഫംഗ്ഷനും ഉണ്ട്. അപ്പൊ ഈ ഒരു യൂണിറ്റിനകത്ത് ഈ ഒരു ഡിജിറ്റൽ സെറ്റിംഗ്സിനകത്താണ് പമ്പ് നമുക്ക് വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. അതുപോലെ ഇതിന്റെ സെറ്റിംഗ്സ് എത്രയാണ് മിനിമം പ്രഷർ വേണ്ടത്, എത്ര മാക്സിമം പ്രഷർ വേണം, അങ്ങനത്തെ എല്ലാ ഡിജിറ്റൽ സെറ്റിംഗ്സും നമ്മൾ ഈ ഒരു ഡിജിറ്റൽ യൂണിറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പാനൽ ജസ്റ്റ് തുറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ഇതിന്റെ സർക്യൂട്ട്സ് ഒക്കെ ഉണ്ട്. ഈ ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന യൂണിറ്റ് ആണ് ഇതിന്റെ VFD കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ VFD ഡ്രൈവ് നമുക്ക് പറയാൻ പറ്റും. മിസ്തുബിഷി ഇലക്ട്രിക്കലിന്റെ ഒരു VFD ഡ്രൈവ് ആണ് ഇവിടെ കമ്പനി കൊടുത്തിട്ടുള്ളത്. ബാക്കി നമ്മൾ ഇത് കാണുന്നതല്ല. ഇതിന്റെ സർക്യൂട്ട്സും അതുപോലെ പ്രൊട്ടക്ഷൻസും PLCB MCB ഒക്കെയാണ് നമുക്ക് ഈ കാണുന്നത്. ഈ VFD സിസ്റ്റത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് VFD ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. VFD വെക്കുന്നുണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒന്നാമത് വരുന്നത് നമ്മുടെ ഈ പ്രഷർ ബൂസ്റ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമലി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒറ്റ ഇടി ഉണ്ടാവും. ഭയങ്കരമായിട്ട് പ്രഷർ ഒറ്റ സ്റ്റെപ്പിൽ ഇടിച്ചങ്ങ് കയറി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പൈപ്പ് ഫിറ്റിംഗ്സ് എപ്പോഴും ഡാമേജ് ആകാനും പൊട്ടാനും, അതുപോലെ തന്നെ ടാപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു അബ്നോർമൽ പ്രഷറൊക്കെ വരാനും, അതുപോലെ തന്നെ ഓഫ് ചെയ്യുന്ന സമയത്തും അതേപോലത്തെ ഒരു ഇടിയും ഷെയ്ക്കും ജെർക്കിങ്ങും ഒക്കെ ഈ പ്ലംബിംഗ് ഫിറ്റിംഗ്സിലൊക്കെ സാധാരണ വരാറുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രൊട്ടക്ഷൻസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് VFD കൊണ്ടാണ്. VFD ഡ്രൈവ് എന്ന് പറയുന്നത് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതായത് നമുക്കറിയാം നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ് ഇതിന്റെ ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾ ഇതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ഫ്രീക്വൻസിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഈ സ്പീഡ് കൺട്രോൾ അല്ലെങ്കിൽ VFD യൂണിറ്റ് കൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ നമുക്ക് ഈ ജെർക്കിങ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് ഇതിന്റെ പവർ കൺസപ്ഷൻ നമുക്ക് കുറവ്. അതുപോലെ തന്നെ പമ്പ് ഓൺ ആവുന്ന സമയത്ത് വളരെ സ്മൂത്ത് ആയിട്ടായിരിക്കും ഇത് ഓൺ ആവുന്നത്. അതുപോലെ ഓഫ് ആവുന്നത് വളരെ സ്മൂത്ത് ആയിട്ടായിരിക്കും ഓഫ് ആവുന്നത്. ഓൾ ഓഫ് എ സഡൻ ഇത് ഒരിക്കലും ഓണും ഓഫും ആവാറില്ല. പതുക്കെ സ്ലോ മോഷനിൽ ഇത് ഓൺ ആയി ഗ്രാജുവൽ ആയിട്ട് ഓടി അത് RPM എത്തുകയും, അതുപോലെ സ്ലോ മോഷനിലായിട്ട് ഓടി അത് RPM 0 വരികയും ചെയ്യും. അങ്ങനെ നമുക്ക് ഇത് 3 അഡ്വാൻറ്റേജ് ആണ് നമ്മൾ VFD വയ്ക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. നമുക്ക് ഇതിന്റെ കണക്ഷൻ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. 4 കേബിൾ ഇതിനകത്തോട്ട് വരും. ഈ 4 കേബിൾസിൽ ഒരെണ്ണം വന്നിട്ട് പമ്പ് 1, ഇവിടെ നമുക്ക് കേബിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പമ്പ് 1 ഇവിടെ നമുക്ക് പമ്പ് 1 കണക്ഷൻ കൊടുക്കാം, പമ്പ് 2 കണക്ഷൻ കൊടുക്കാം. അതുപോലെ പ്രഷർ യൂണിറ്റിൽ വന്നിട്ട് നമുക്ക് 2 ഉണ്ട്. ഒരു പ്രഷർ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന സാധനമുണ്ട്, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പ്രഷർ ട്രാൻസ്മിറ്റർ, അതുപോലെ തന്നെ ഇതിനകത്തൊരു പ്രഷർ സ്വിച്ച്. അങ്ങനെ ഈ 4 കണക്ഷൻസ് ആണ് ഇതിനകത്തോട്ട് വരുന്നത്. നമ്മുടെ ഈ പാനലിനകത്ത് ആദ്യം വരുന്നത് ROയുടെ മെയിൻ കണക്ഷനാണ്. അപ്പൊ ഇത്രയും കണക്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. ഇതിനകത്തെല്ലാം മാർക്കിംഗ് ഉണ്ട്. അത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്മൾ അത് അസ്പർ കണക്ഷൻസ് അനുസരിച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഓൺ ഓഫ് മാത്രം ചെയ്താൽ മാത്രം മതി. ബാക്കി ഇതിനകത്തുള്ള ഇന്റേണൽ സെറ്റിംഗ്സ് എല്ലാം തന്നെ കമ്പനിയിൽ നിന്ന് സെറ്റിംഗ്സ് ചെയ്താണ് വരുന്നത്. ഈ കാണുന്നതാണ് ഇതിന്റെ പ്രഷർ വെസൽ. ഇതൊരു 100 ലിറ്ററിന്റെ ഒരു പ്രഷർ വെസലാണ്. സാധാരണ നമ്മുടെ ഡൊമസ്റ്റിക് സെഗ്മെന്റിനകത്ത് വരുമ്പോഴത്തേക്കും 24 ലിറ്റർ വരുന്നതിന് പകരം ഈ ഒരു കൊമേഴ്ഷ്യൽ സെഗ്മെന്റിനകത്ത് എപ്പോഴും വരുന്നത് 60 ലിറ്ററോ 100 ലിറ്ററോ അല്ലെങ്കിൽ 200 ലിറ്ററോ ഒക്കെ വരാം. നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് 100 ലിറ്ററിന്റെ ഒരു പ്രഷർ വെസലാണ്. ഈ പാനലിന്റെ സൈഡിലായിട്ട് നമുക്കൊരു ഐസൊലേറ്റർ ഉണ്ട്. 4 പോൾ ഐസൊലേറ്റർ നമ്മൾ ഓൺ ചെയ്തു. ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ 3 ലൈറ്റ്, RYBയുടെ നമ്മുടെ 3 ലൈറ്റ്, അതായത് 3 ഫേസ് ഇവിടെ ഓക്കെയാണ്. ഇപ്പൊ നമ്മുടെ പമ്പ് ഓൺ ചെയ്യാൻ വേണ്ടി റെഡിയാണ്. നമുക്ക് ഇതിനകത്തോട്ട് ഓൺ ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോട്ടോർ 1 മാനുവൽ ഉണ്ട്, ഓട്ടോ ഉണ്ട്. മോട്ടോർ 2 മാനുവൽ ആൻഡ് ഓട്ടോ ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് നമുക്കത് എന്തായാലും ഓട്ടോയിലാണ് ഇടേണ്ടത്. ഇതിന്റെ ഫംഗ്ഷൻസ് എല്ലാം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോയിൽ തന്നെയാണ് ഇടേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് മോട്ടോർ 1 ഓട്ടോ ഓൺ ചെയ്തു, മോട്ടോർ 2 ഓട്ടോ ഓൺ. നമുക്കിവിടെ പമ്പ് വർക്ക് ചെയ്യുന്നത് കാണാം. സൈലന്റ് ആയിട്ട് വളരെ സ്ലോ ആയിട്ട്, ഇത് വോയിസ് കേൾക്കുമെന്ന് എനിക്കറിയില്ല, വളരെ സ്ലോ ആയിട്ട് ഓൺ ആയിട്ട് അത് ഫുൾ RPM എത്തിയിരിക്കുകയാണ്. അതിന് 2-3 സെക്കൻഡ് എടുത്തായിരിക്കും ഇത് RPM വരുന്നത്. അപ്പൊ നമുക്കിവിടെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ശരിക്കും ഇത് ഫുൾ ലോഡഡ് ആയിട്ട് ഇത് പ്രഷർ ഇപ്പൊ ഫുൾ ലോഡഡ് ആയിട്ട് പമ്പ് കട്ട് ഓഫ് ആയി നിൽക്കുകയാണ്. അപ്പൊ നമ്മളിത് പാനൽ ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് ഫുൾ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. ഇത് ടച്ച് ആണ്. നമുക്കിത് ഇവിടെ ഹോം ഉണ്ട്, IO ഉണ്ട്, സെറ്റിംഗ്സ് ഉണ്ട്, അലാറംസ് ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ഇതിനകത്ത് സെറ്റിംഗ്സ് നമുക്ക് ചെയ്യാൻ പറ്റും.
അപ്പൊ നമ്മളിവിടത്തേക്ക് നമ്മൾ സെറ്റ് പ്രഷർ ചെയ്തേക്കുന്നത് 2.5 ബാർ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2.5 ബാറുകൾ ഇവിടെ പ്രഷർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലൈനിൽ ഫുൾ ആയിട്ട് 2.5 ബാർ ആയതുകൊണ്ട് തന്നെ പമ്പ് കട്ട് ഓഫ് ആയി നിൽക്കുകയാണ്. നമുക്ക് ആ ഗേജിനകത്ത് ചെക്ക് ചെയ്യാം എത്രയാണ് പ്രഷർ ഉണ്ടെന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നമുക്കിവിടെ ഗേജിൽ നോക്കിയപ്പോൾ കാണാം 2.5 ബാറിനകത്ത് നമുക്ക് ലോഡായി നിൽക്കുന്നത് നമുക്ക് കാണാം. ലൈൻ ഫുൾ ആയിട്ട് 2.5 ബാർ ലോഡായി നിൽക്കുന്നുണ്ട്. നമ്മളിവിടെ വാൽവ് തുറക്കുകയാണ്. വെള്ളത്തിന്റെ വാൽവ് വെള്ളം തുറന്ന് നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളയാണ്. തുറക്കുമ്പോഴത്തേക്കും പ്രഷർ കുറയുന്നതായിട്ട് കാണാം. നോക്കിക്കോ, പ്രഷർ കുറഞ്ഞു വരുന്ന കാണാം. അതായത് ഇപ്പൊ മിനിമം പ്രഷർ ആയപ്പോഴത്തേക്ക് അപ്പൊ തന്നെ പമ്പ് ഓൺ ആയതായിട്ട് കാണാം. നമുക്ക് അതെങ്ങനെ അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ അപ്പൊ ഇതിനകത്ത് 2 പമ്പ് നമുക്ക് ഇവിടെ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇൻസ്റ്റന്റ് സമയത്ത് ഇപ്പൊ ഈ വെള്ളം കുറഞ്ഞ സമയത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പമ്പ് നമ്പർ 1 ഓൺ ആയത് കാണാം. കണ്ടോ, വെള്ളം കുറയുന്ന സമയത്ത് പമ്പ് നമ്പർ ആദ്യം ഓൺ ആയത് പമ്പ് നമ്പർ 1 ആണ്. നമുക്ക് ഇവിടെ കാണാം പമ്പ് നമ്പർ 1 ഓൺ ആയിട്ടുണ്ട്. ആ സമയത്ത് പമ്പ് നമ്പർ 2 ഓഫ് ആണ്. അതായത് ഇപ്പൊ നമുക്ക് പമ്പ് 1ന്റെ ആവശ്യമേ ഉള്ളൂ. ഈ സമയത്ത് പമ്പ് നമ്പർ 1ന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതിനുള്ള പ്രഷർ മാത്രമേ ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പമ്പ് നമ്പർ 1 ഓൺ ആയിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോ രണ്ടാമത്തെ ഇൻസിഡന്റില് ഇതിപ്പോ ഞാൻ തുറന്നു. അപ്പൊ ഇത് കുറച്ച് വെള്ളം പോയി കഴിഞ്ഞതിന് ശേഷം ആ സമയത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പമ്പ് നമ്പർ 2 ഓൺ ആയതാണ്. ആ സമയത്ത് പമ്പ് നമ്പർ 1 ഓഫ് ആണ്. പമ്പ് നമ്പർ 2 വന്നിട്ട് ഓൺ ആവും. ഇതിങ്ങനെ മാറി 1ഉം 2 ആയിട്ട് ഇന്റർചേഞ്ച് ചെയ്ത് ഇത് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഈ ഒരു സിസ്റ്റത്തില് നമുക്കിത് ഫുൾ ആയിട്ട് ഈ ബിൽഡിങ്ങിനെ ഫുൾ ആയിട്ട് നമ്മൾ ഇപ്പൊ ഈ സിസ്റ്റം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോയാണ്. ആ സമയത്ത് നമുക്ക് തുറന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്കിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 പമ്പും വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്കിത് കാണാം. ഇപ്പൊ ഈ ഒരു ഇൻസ്റ്റന്റില് നമ്മുടെ ഈ സിസ്റ്റം ഫുൾ ആയിട്ട് യൂസ് ചെയ്യാണ്. ആ സമയത്ത് 2 പമ്പും വർക്ക് ചെയ്യും. കാരണം അതിന്റെ പ്രഷർ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് 2 പമ്പും കൂടെ വർക്ക് ചെയ്ത് നമ്മുടെ സിസ്റ്റം മീറ്റ് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും. ഇത്രയാണ് ഇതിന്റെ സെറ്റിംഗ്സും ഇതിന്റെ ഒരു വർക്കിംഗ് സിസ്റ്റം. അങ്ങനെ പമ്പിന്റെ ഇൻസ്റ്റാളേഷൻസ് എല്ലാം കഴിഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് പമ്പ് ഓൺ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഇവിടുത്തെ പ്രഷർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇപ്പോഴത്തെ പ്രഷർ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ഒരു ടാപ്പ് തുറക്കുമ്പോഴത്തേക്ക് ഇതിൽ വരുന്ന വെള്ളം വളരെ കുറച്ച്, ഫുൾ ഓപ്പൺ ആണ്, വളരെ കുറച്ച് വെള്ളമേ വരുന്നുള്ളൂ. ഇതൊരു ഫോം ഫ്ലോ ടാപ്പാണ്. അതായത് നന്നായിട്ട് പതഞ്ഞു വരുന്ന ടൈപ്പുള്ള ഒരു ടാപ്പാണ്. എന്നാൽ ഇതിനകത്ത് വരുന്ന പ്രഷർ വളരെയധികം കുറവാണ്. നമുക്കിത് പമ്പ് ഓൺ ചെയ്തതിന് ശേഷം എത്രത്തോളം പ്രഷർ വരും നോക്കാം. അതേപോലെ തന്നെ ഇവിടെ ഓവർഹെഡ് ഷവർ ഉണ്ട്. ഇത് റെയിൻ ഷവറാണ്. ഇപ്പൊ ഈ റെയിൻ ഷവറിൽ എത്രത്തോളം പ്രഷർ വരും നോക്കാം. അപ്പൊ ഇതിന്റെ ആ എൻഡിൽ വരുന്ന ഭാഗത്തൊന്നും വെള്ളം വരുന്നില്ല. ഈ താഴത്തെ ഉള്ള ഒരു കുഞ്ഞ് ഈ ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് പ്രഷർ കിട്ടുന്നുള്ളൂ. നമുക്ക് പമ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം പ്രഷർ വേരിയേഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ പമ്പ് ഇപ്പോൾ ലൈവ് ആണ്. അത് ഓൺ ചെയ്തിരിക്കുകയാണ്. നമുക്കിപ്പോ ഈ ടാപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഈ വീഡിയോ കാണുന്ന പോലെ വളരെ നൂല് പോലെയാണ് വെള്ളം വന്നുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് നല്ല സൂപ്പർ ആയിട്ട് നല്ല ഫോം ഫ്ലോ, നല്ല പതഞ്ഞു വരുന്നതായിട്ട് നമുക്കിപ്പോ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഷവർ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഈ കാണുന്ന പോലെ വളരെ തുച്ഛമായ വെള്ളമാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഷവർ ഫുൾ ആയിട്ട് കവർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെള്ളം വരുന്നത് നമുക്കിപ്പോ കാണാം. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള എല്ലാ പെർഫോമൻസും നമുക്ക് എല്ലാ റൂമുകളിലും കിട്ടി. കസ്റ്റമറും ഹാപ്പിയാണ്. അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ കാണാൻ വേണ്ടി തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ സൈഡിലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ സിസ്റ്റംസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ സൈറ്റിൽ വന്ന് ഇൻസ്പെക്ട് ചെയ്യും. അതുപോലെ അവിടെ എന്താണ് റിക്വയർമെന്റ് വേണ്ടത് അതിനനുസരിച്ചുള്ള പ്രോഡക്ട്സ് നമുക്ക് ഡിസൈൻ ചെയ്യാനും അതുപോലെ അതിന്റെ ഇൻസ്റ്റാളേഷൻ ആണെങ്കിലും സപ്ലൈ ആണെങ്കിലും എല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യും. ഞങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.